ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമ്മുടെ ഈ കേരളക്കരയിൽ ഇസ്ലാമിനെ ഇത്രമാത്രം അപകടകരമാം വിധം വളർത്തിയതിന് പിന്നിൽ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ അജണ്ട വളരെ നല്ല രൂപത്തിലുണ്ട്. കാരണം ഇസ്ലാം മത രാഷ്ട്രവാദം നമ്മൾ ജീവിക്കേണ്ടത് ഇസ്ലാമിക രാഷ്ട്രത്തിന് കീഴിലാണ് എന്ന ഒരാശയം ജമാഅത്തെ ഇസ്ലാമി ആയിരുന്നാലും മറ്റ് ഇതര ഇസ്ലാമിക സംഘടനകളാണെങ്കിലും ജനങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ മുസ്ലിങ്ങളാണ്, അതുകൊണ്ടൊരു കാഫിർ ഭരിക്കുന്ന കാഫിറുണ്ടാക്കിയ ഭരണഘടനയിന്മേലല്ല നമ്മൾ ജീവിക്കേണ്ടത് എന്ന് ഒരു ആശയം, പ്രത്യേകിച്ച് മൗദൂദി ജമാഅത്തെ ഇസ്ലാമി എന്ന സംഘടന ഉണ്ടാക്കിയത് തന്നെ പാകിസ്ഥാനിലാണെങ്കിലും കാശ്മീരിലാണെങ്കിലും ഉണ്ടാക്കിയതിന്റെ ലക്ഷ്യം തന്നെ ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കുക എന്നതാണ്. അതേ പൊളിറ്റിക്കൽ ഇസ്ലാം, ഒരു രാഷ്ട്രീയ ഇസ്ലാം രാഷ്ട്രീയപരമായി ഇസ്ലാമികവൽക്കരിക്കുകയും ആ രൂപത്തിൽ ഈ രാജ്യത്ത് ഏത് രാജ്യമാണെങ്കിലും ബംഗ്ലാദേശ് ആകട്ടെ, പാകിസ്ഥാൻ ആകട്ടെ, അഫ്ഗാൻ ആകട്ടെ, അവിടെ ഇസ്ലാമിക മത ചുറ്റുപാടിലുള്ള ഒരു ഭരണം സ്ഥാപിക്കുകയും വേണം. മുമ്പ് എലക്ഷൻ ഹറാമാണെന്ന് പറഞ്ഞിരുന്നവർ, വോട്ട് പാടില്ല, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പാടില്ല, അങ്ങനെയൊക്കെ പറഞ്ഞിരുന്ന ആളുകൾ വളരെ പെട്ടെന്ന് പൊളിറ്റിക്കൽ പാർട്ടികൾ ഉണ്ടാക്കി അതിനകത്തേക്ക് മത്സരിക്കുന്ന രൂപത്തിൽ അവർ വളർന്നിരിക്കുന്നു. എന്താണതിന് കാരണം എന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി. നമ്മുടെ നാട്ടിലെ ഇടത് വലത് സർക്കാരുകൾ ഇത്രയും കാലവും ഒരു പ്രീണന നയമാണ് സ്വീകരിച്ചിരുന്നത്. അതുവഴി നമ്മുടെ ജനാധിപത്യമാണ് നഷ്ടപ്പെടുന്നതെന്നും അതല്ലെങ്കിൽ മതേതരത്വമാണ് കാർന്ന് തിന്നപ്പെടുന്നതെന്നും നമ്മുടെ ദേശീയത വെള്ളത്തിൽ കലക്കി ഇവരെ രക്ഷപ്പെടാനാണ് ശ്രമിക്കുന്നത്, കുളം കലക്കി മീൻ പിടിക്കാനാണ് ശ്രമിക്കുന്നത് എന്നൊന്നും അറിയാത്തത് കൊണ്ടല്ല. അവർക്ക് അവരുടെ നിലനിൽപ്പാണ് പ്രശ്നം. താൽക്കാലിക അധികാര ലാഭത്തിനു വേണ്ടി, സ്ഥാനമാനങ്ങൾക്കു വേണ്ടി, സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഈ രാജ്യത്തിന്റെ ബഹുസ്വരതയെ ഒറ്റുകൊടുക്കുന്ന ഒരു രാഷ്ട്രീയ വിഭാഗം, അവരാണ് ഈ രാജ്യത്തെ കുട്ടിച്ചോറാക്കിയത്. ഒരു ചാനൽ ഡിബേറ്റാണ് കേട്ടോ. നോക്കൂ, സംഘടനാ തലത്തിൽ CPM-ന്റെ അടിവേരറുക്കുന്ന രീതി ഈ പൊളിറ്റിക്കൽ ഇസ്ലാം പിടിമുറുക്കിയതിന്റെ ദുരന്ത ഫലങ്ങൾ ഏറ്റവും അധികം അനുഭവിക്കുന്ന ഒരു പാർട്ടിയാണ് CPM എന്നതിൽ ഒരു തർക്കവുമില്ല. നോക്കൂ, സംഘടനാ തലത്തിൽ CPM-ന്റെ അടിവേരറുക്കുന്ന രീതിയിൽ അവിടെ നിന്ന് ആളുകൾ BJP-യിലേക്ക് ഒഴുകുന്ന ഒരു സാഹചര്യം പ്രത്യേകിച്ച് ആലപ്പുഴ ജില്ലയിൽ നമ്മൾ കണ്ടതാണ്. തെരഞ്ഞെടുപ്പുകളിൽ നിങ്ങൾ എപ്പോഴും ഒരു വിഭാഗത്തിന് വേണ്ടി മാത്രം നിലകൊള്ളുന്നവരാണ് എന്ന തോന്നൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്കുണ്ടാക്കിയ നഷ്ടം വളരെ വലുതാണ്. ഇതിൽ നിന്ന് കരകയറാൻ ചില ഗിമ്മിക്കുകളൊക്കെ നിങ്ങൾ മുന്നോട്ട് വെച്ചു, പക്ഷേ അതെല്ലാം ചീറ്റിപ്പോകുന്ന അവസ്ഥയുണ്ടായി. ബെക്സമിന്റെ കാര്യത്തിൽ പറഞ്ഞു, അതെല്ലാം ചീറ്റിപ്പോകുന്ന ഒരു അവസ്ഥയുണ്ടായി. അതായത് പൊളിറ്റിക്കൽ ഇസ്ലാമിനെ തള്ളാനും കൊള്ളാനും പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് ഇപ്പോൾ CPM എത്തിയിരിക്കുകയാണ്. കേരളത്തിലെ പൊതുസമൂഹത്തെ നമ്മൾ അണ്ടർസ്റ്റിമേറ്റ് ചെയ്തത് നല്ല രാഷ്ട്രീയ ബോധവും നല്ല എന്താ പറയാ വിവേകവും ഉള്ള ഒരു ജനമാണ് കേരളം. അതിനെങ്കിലും വക്രീകരിക്കുന്നത് ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങളെ മനസ്സിനെ വായിക്കുന്നതിൽ വന്ന അബദ്ധമാണ്. ഞാൻ ചോദിക്കട്ടെ, 2019 ഞങ്ങൾക്ക് ഒരൊറ്റ സീറ്റ് കിട്ടിയുള്ളൂ. ആലപ്പുഴ കേവലം 11,200 വോട്ട് മാത്രമേ ഞങ്ങൾക്ക് കൂടിയിട്ടുള്ളൂ. ബാക്കിയെല്ലാം ഇതുപോലെ തന്നെ ഞങ്ങൾ പരാജയപ്പെട്ടു. 2024 ഞങ്ങൾ ഇതുപോലെ പരാജയപ്പെട്ടു ലോക്സഭാ ഇലക്ഷനിൽ. എന്നാൽ 2021 2019 ശേഷം കണ്ട കഥയല്ല. നിങ്ങളെല്ലാം എഴുത്തല്ല ഈ പാർട്ടി 91 സീറ്റോട് വന്നില്ല. ഇതെല്ലാവരും എപ്പോഴും പറയുന്നതാണെങ്കിൽ പറയാതിരിക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടാണ്? കേരളത്തിലെ ജനങ്ങൾ വിവേകമുള്ളവരാണ്. ദേശീയ തലത്തിൽ BJP-ക്കെതിരെ ഉള്ള ഒരു മുന്നണി വിജയിച്ച് കേരളത്തിൽ ആദ്യത്തിൽ അവർ വോട്ട് ചെയ്ത് കോൺഗ്രസ് തെറ്റുമില്ല. കാര്യത്തിൽ ഞങ്ങളതിനൊന്നും കാര്യമായൊന്നും പരിമിതിയില്ല. ഞങ്ങളിപ്പോൾ ഒരു മുന്നണിയിലാണ് ദേശീയ തലത്തിൽ. 2024 ഈ നാട്ടിലെ ജനങ്ങൾ ഇതുപോലെ തന്നെ ചിന്തിച്ച് CPM ഇതിൽ കൂടുതൽ വോട്ടിൽ ഭൂരിപക്ഷം ജയിപ്പിക്കും. നിങ്ങൾ ഇങ്ങനത്തെ ചർച്ചകൾ നടത്തുന്നതാണ് ഞാൻ പറയുന്നത്. ഇത് കേരളത്തിലെ ജനങ്ങളുടെ വിവേകത്തെ ചോദ്യം ചെയ്യുന്ന നടപടികളാണ്. ഇവിടെ ഞാനൊരു കാര്യം പ്രത്യേകിച്ച് പറയട്ടെ. കേരളത്തിലെ സംബന്ധിച്ച് ഞാൻ ഇടപെടുന്നതുകൊണ്ട് ദയവ് ചെയ്ത് അങ്ങ് ക്ഷമിക്കണം. അതെ, വളരെ കൃത്യമായി പാർട്ടിയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റ തിരിച്ചടിക്ക് ശേഷം പാർട്ടി വളരെ കൃത്യമായി പറഞ്ഞ ഒരു റിപ്പോർട്ടാണല്ലോ ഇത്. ഹിന്ദു വോട്ടുകൾ പാർട്ടിയിൽ നിന്ന് ചോർന്നു പോകുന്നു. ഇതിന് വ്യക്തമായ കാരണമുണ്ട്. ആ പോയ ഹിന്ദു വോട്ടുകൾ തിരികെ കൊണ്ടുവരണം. അതിനുവേണ്ടിയുള്ള പെടപ്പാടിലാണ് പാർട്ടി ഇപ്പോൾ. ഹിന്ദു വോട്ട് ചോർന്നു പോയൊരു വാക്ക് എവിടെ ഇതൊക്കെ കാണിക്കാൻ പറ്റും? നിങ്ങളതാണ് പറഞ്ഞത് ഞങ്ങളുടെ പാർട്ടിക്ക് ചേരാത്ത വാക്കുകൾ ഉപയോഗിക്കുന്നത്. അതിന് മുമ്പായിട്ട് എനിക്ക് പ്രധാനപ്പെട്ട കാര്യം പറയാൻ സമയം ഉണ്ടെങ്കിലും അധികം സമയം ചെയ്തില്ല. നമ്മുടെ അയൽരാജ്യമായ ബംഗ്ലാദേശിൽ ഇപ്പോൾ കണ്ടെത്തിക്കുന്നവരാണ് ജമാഅത്തിന്റെ മുന്നണി അല്ലെങ്കിൽ വർഗീയ സംഘടന പിന്തുണയ്ക്കുന്ന US എന്ന് പറയുന്നത് മുൻ ലോക്സഭാ വിദ്വാനാണ് ഇപ്പോൾ അവിടുത്തെ ഉപദേഷ്ടാവ്. അയാൾ തന്നെ ഭരിക്കുന്നത്. അവിടെ 1 കോടി അറിയുമ്പോൾ 1 കോടിയാണ് 3 ലക്ഷം കണക്കുകൾ പറയുന്നത്. ഹിന്ദു സമൂഹത്തെയും മൈക്രോ മൈനോറിറ്റിയായ ക്രിസ്ത്യൻ, ബുദ്ധ, ജൈന സമൂഹത്തിനെയും അവിടെ നടക്കുന്ന അട്രോസിറ്റികൾ നിങ്ങൾ ആരെങ്കിലും കാണുന്നത് അത്ര ഭീകരമാണത്. പലതും പുറത്തു വരുന്നില്ല. അതിഭീകരമായിട്ടുള്ള അവരെ വെട്ടിക്കൊണ്ടുന്നവർ വാസസ്ഥലങ്ങളെ കത്തിച്ചു കളയുന്നു, ആരാധനകളുടെ സ്വാതന്ത്ര്യം നിശ്ചയിക്കുന്നു, വംശഗതിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഭരണകൂടം. ആ ഭരണകൂടത്തിനെതിരായിട്ട് ഒരു അക്ഷരം ബംഗ്ലാദേശിൽ നടക്കുന്ന ഹിന്ദു വംശഹത്യയുടെ വാർത്തകൾ പുറത്തു കൊണ്ടുവന്നത് ആരാണ്? എപ്പോഴാണ് മറ്റു മാധ്യമങ്ങൾ ഇതൊന്നും
അതെ, അല്ലെങ്കിൽ എനിക്ക് നീതിവാദത്തിൽ ഇടപെടുന്നത് അത്ഭുതപ്പെടുത്തുന്നു. നിങ്ങൾ ലീഗൽ സപ്പോർട്ടാണോ അല്ലെങ്കിൽ വർഗീയവാദികൾ സപ്പോർട്ടാണോ? ഞാൻ പറഞ്ഞു പോന്നിരിക്കണേ, എന്താ പറഞ്ഞില്ലല്ലോ. അതുകൊണ്ട് കേട്ടിട്ടുണ്ട്, ലോകം ശ്രദ്ധിക്കുന്നതാണല്ലേ. ഈ ബംഗ്ലാദേശിന്റെ വിഷയം ഇത്രയും ലൈവായ രൂപത്തിൽ ജനമധ്യത്തിൽ നിർത്തിയതിന് പിന്നിൽ ജനം ടിവിയെ നമ്മൾ സ്വാഗതം ചെയ്യണം, അപ്രിഷിയേറ്റ് ചെയ്യണം. ഇന്റർനാഷണൽ ഏറ്റവും ഭീകരമായ വാർത്ത അവിടുത്തെ വംശഹത്യയെ കുറിച്ച്. അവിടെ സന്യാസിമാർ പോലും ജയിലിലാണ്. ഒരു ഹിന്ദു സഹോദരൻ സംഗീതത്തിന് 3000 അദ്ദേഹത്തിന് സംഗീതോപകരണങ്ങൾ കത്തിച്ചു കഴിഞ്ഞ മനുഷ്യരെ കൊലക്ക് കൊടുത്തു. ലോകത്ത് അവിടെ ഈ പറഞ്ഞ ഇന്ത്യയിലെ കോൺഗ്രസോ മുസ്ലിം ലീഗോ ഹിന്ദു അതിൽ രക്ഷപ്പെട്ടിട്ടുണ്ടോ? എന്താ കാരണം? ഈ ജമാഅത്തെ ഇസ്ലാമി കിടക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. CPM എന്താണ് പറഞ്ഞത്? അവിടെ ഹിന്ദു എന്നൊരു വാക്ക് ഉപയോഗിച്ചോ? അവിടുത്തെ ന്യൂനപക്ഷം എന്ന് പറയുന്നത് ഹിന്ദുക്കളാണ്. ഹിന്ദു എന്നൊരു വാക്ക് ഉപയോഗിച്ചോ? അവിടെ ന്യൂനപക്ഷം വേട്ടയാടപ്പെടുന്നു എന്ന് മാത്രമാണ് CPM പറഞ്ഞു വെച്ചത്. ഇതിൽ കഷ്ടമാണ് ഇങ്ങനെ ചർച്ച കൊണ്ടുവരുന്നത്. ഞങ്ങളുടെ പോളിറ്റ് ബ്യൂറോ പരസ്യമായിട്ട് പ്രചാരണം പ്രകടിപ്പിച്ചു. ബംഗ്ലാദേശിലെ തലവേട്ടയ്ക്കെതിരെ, ബംഗ്ലാദേശ് ഭരണകൂടത്തിനെതിരെ ഡിവൈഎഫിന്റെ ദേശവ്യാപകമായ പ്രതിഷേധം ഞങ്ങൾ തീർത്തു. ഈ തലവേട്ടയ്ക്കെതിരെ എന്താ പറയാ CPM വന്ന് ചെയ്തത്? CPM അംഗത്വമാണ് അതിനെ പ്രതികരിച്ചിട്ടുള്ളൂ. എന്തുകൊണ്ടാണ് കോൺഗ്രസും ഈ ലീഗോ രക്ഷപ്പെടാതെ ഈ ജമാഅത്തെ ഇസ്ലാമിയെ പോലെ തീവ്ര സംഘടന, ലോകത്തിൽ ഭീഷണിയ സംഘടന ഭരിക്കുന്ന രാജ്യത്തെ ഈ രീതിയിലുള്ള മൈനോറിറ്റികളെ അട്രോസിറ്റിക്ക് വിധേയമായിട്ട് പൂർവ്വം പൈശാചികമായിട്ട് കൊന്നൊടുക്കുന്നതിനെതിരെ ഒരു അക്ഷരം പറ്റിയ കാരണം ദേശീയ തലത്തിൽ ആ വർഗീയ പാർട്ടി പ്രസ്ഥാനമായിട്ട് ഒരു ധാരണയുണ്ട്. ഒരു അതാണെന്ന് മുള്ളിനെ പറഞ്ഞ് 2009 ഞങ്ങൾ പരസ്യധാരണത്തിൽ എത്തിയുള്ളൂ. ഇതൊക്കെ പറയുമ്പോൾ തടയുന്നത് ഞാൻ ഇവിടുത്തെ ഏതെങ്കിലും മുസ്ലിം സമൂഹത്തിനെതിരെ പറയുന്നത് മുസ്ലിം തീവ്രവാദത്തിനെതിരെയാണ്. അതേ നാണയത്തെ ഞങ്ങൾ ഹൈന്ദവ തീവ്രവാദത്തിനെതിരെ ഞങ്ങൾ പ്രതികരിക്കും. സുഖിപ്പിയ രാഷ്ട്രീയമാണ് ഈ നാടിന്റെ ശാപം എന്ന് പറയുന്നത്. ഇപ്പോൾ ഞങ്ങൾ നിങ്ങളെ വേട്ടയാടുന്നതുകൊണ്ടാ. ഞങ്ങളെ പോലെയുള്ള മതേതരത്തിന് വേണ്ടി, മതസൗഹാർദ്ദത്തിന് വേണ്ടിയും സോഷ്യൽ ഫാബ്രിക്കേഷൻ നിലനിൽക്കുന്ന ആഗ്രഹിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ത്യാഗങ്ങൾ സഹിച്ച് ഇതിനെതിരെ പ്രതികരിക്കുമ്പോൾ നിങ്ങൾക്ക് സൂഹിക്കുന്നില്ല. അല്ല, നിങ്ങള് മതേതരത്വത്തിന് വേണ്ടി പ്രതികരിക്കുന്നവരാണെങ്കിൽ ജോസഫ് മാഷിന്റെ വിഷയത്തിൽ നിങ്ങളുടെ പ്രതികരണം എവിടെ പോയി? അഭിമന്യുവിന്റെ വിഷയത്തിൽ നിങ്ങളുടെ വിഷയം എവിടെ പോയി? സിദ്ധാർത്ഥന്റെ വിഷയത്തിൽ നിങ്ങളുടെ പ്രതികരണം എവിടെ പോയി? രഞ്ജി ശ്രീനിവാസന്റെ വിഷയത്തിൽ നിങ്ങളുടെ പ്രതികരണം എവിടെ നിന്നു? ഒരു മുഹമ്മദ് മുസ്തഫ ബൈബിള് കൊണ്ടുപോയി കത്തിച്ചു, എവിടെ നിന്നു നിങ്ങളുടെ പ്രതികരണം? ഒരു തട്ടമിട്ട പെൺകുട്ടി സ്റ്റേജിൽ കയറി വിളിച്ചിട്ട് അപമാനിക്കപ്പെട്ട് തിരിച്ചിറങ്ങിപ്പോയി, എവിടെ പോയി നിങ്ങളുടെ പ്രതികരണം? ഒരു തട്ടമിട്ട പെൺകുട്ടി രാഹുൽ ഗാന്ധിയുടെ പ്രഭാഷണം ട്രാൻസ്ലേറ്റ് ചെയ്തതിന്റെ പേരിൽ ആ പെൺകുട്ടി വേട്ടയാടപ്പെട്ടു, എവിടെ പോയി നിങ്ങളുടെ മതേതരത്വം? ഒരു പെൺകുട്ടി കാലിൽ ചിലങ്ക കെട്ടിയതിന്റെ പേരിൽ അവളുടെ അമ്മ മരിച്ചിട്ട് പോലും പള്ളിയിലേക്ക് കബറടക്കം ചെയ്തില്ല, പറ്റില്ല എന്ന് പറഞ്ഞു, എവിടെ പോയി നിങ്ങളുടെ മതേതരത്വം? നിങ്ങളുടെ സെലക്റ്റീവ് പ്രതികരണമുണ്ടല്ലോ, ഇതിനാണ് ഞങ്ങൾ എതിര് പറയുന്നത്. പിന്തുണയ്ക്കാനായിട്ട് ഈ മതേതര കക്ഷിയായി നിങ്ങൾ ഈ രീതിയിൽ അപമാനിക്കുക, അധിക്ഷേപിക്കുകയും ചെയ്ത അത്ഭുതമില്ല. അതാണ് ഞാൻ ഈ ചർച്ചയുടെ ഇപ്പോഴത്തെ ഘട്ടത്തിൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. കേരളത്തിലെ ജനങ്ങൾ വിവേകമുള്ളവരാ. കേരളത്തിലെ എല്ലാ മതത്തിൽപ്പെട്ട ജനങ്ങളും മഹാഭൂരിപക്ഷവും മതസൗഹാർദ്ദത്തിലും തീവ്ര വർഗീയതയ്ക്ക് എതിരെയാണ് നമ്മുടെ നാട്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഷാക്കിറിനോട് പറഞ്ഞത് സമസ്തയുടെ നിലപാടെന്താണ്. സമസ്ത രഹസ്യമായി കൂടി പറഞ്ഞില്ല, പരസ്യമായിട്ട് പറഞ്ഞാൽ ഒരു ചർച്ചയിൽ ഞാൻ അദ്ദേഹം അവരുടെ പ്രതിനിധി ചർച്ചയ്ക്കുന്നതാണ്. അവർ പരസ്യമായിട്ട് പറഞ്ഞു മുസ്ലിം ലീഗിന്റെ നയമെന്താണ്, നിങ്ങൾ സമസ്ത തള്ളി പറയുന്നുണ്ടോ? എന്തിനാണ് ഷാക്കിർ ഈ ജമാഅത്തെ ഇസ്ലാമിയെ വെള്ളം പൂശിയത്? എനിക്ക് ഇപ്പോഴും മനസ്സിലാകുന്നില്ല. നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാവുന്നത്? ജമാഅത്തെ ഇസ്ലാമിയെ വെള്ള പൂശാൻ നിയുക്തരായവരാണ് കേരളത്തിലെ എല്ലാ ഇസ്ലാം മത ഇതര സംഘടന വിഭാഗങ്ങളും. അവരത് കൃത്യമായിട്ട് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. ഇപ്പോഴെങ്കിലും നിങ്ങൾക്ക് വൈകിയെങ്കിലും നേരം വെളുത്തതിൽ സന്തോഷമുണ്ട്. നന്ദി.